നേര് എന്ന് പേരുള്ള ഒരു ദൈവത്തെ കേട്ടിട്ടുണ്ടോ? ഒരുപാട് ദൈവസങ്കല്പങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ. എന്നാൽ നേരിനെ അല്ലെങ്കിൽ സത്യത്തെ ദൈവമായി കാണുന്ന ഒരു സമൂഹം, സത്യത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഒരു കുറിച്ച തറവാട്ടിൽ അവിടുത്തെ ഉത്സവത്തിന് പോയിരുന്നു. അവിടെ കണ്ട ഓരോ കാര്യങ്ങളും എനിക്ക് ആശ്ചര്യമായിട്ടാണ് തോന്നിയത്. അവരുടെ ധർമ്മബോധം, അവരുടെ ആരാധനാ രീതികൾ, പാരമ്പര്യത്തോടുള്ള അവരുടെ ബഹുമാനം, പ്രകൃതിയോടുള്ള അവരുടെ കാഴ്ചപ്പാട്, അങ്ങനെ ഓരോന്നും ആശ്ചര്യമാണ് എന്നിലുണ്ടാക്കിയത്. നേരിന് ദേവതാ രൂപമോ പ്രതിഷ്ഠകളോ ഇല്ല, എന്നാൽ അതൊരു ദൈവസങ്കല്പമാണ്. ധർമ്മം പാലിക്കുന്നവരെ അനുഗ്രഹിക്കുകയും തെറ്റുകൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്ന ശക്തി എന്ന വിശ്വാസം. തർക്കങ്ങൾ തീർക്കുമ്പോൾ നേര് സാക്ഷി എന്ന രീതിയിൽ പ്രതിജ്ഞ എടുക്കുന്ന പതിവുകൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ നീതിയും സത്യവും പാലിക്കാനുള്ള പൂർവികരുടെ ഭക്തി രൂപത്തിലുള്ള സമ്പ്രദായമാണ് നേര്. അതേപോലെയുള്ള മറ്റൊരു ദൈവസങ്കല്പമാണ് നഗൽ. കുടുംബത്തിന്റെ ഗുരുകാരണവന്മാരെയാണ് പൊതുവായി നഗൽ എന്ന സങ്കല്പത്തിലൂടെ കാണുന്നത്. നഗലിന്റെ അനുവാദമില്ലാതെ ഒരു കാര്യവും കുറിച്യർ സമുദായം ചെയ്യില്ല. നഗലിന്റെ അനുവാദം വാങ്ങിക്കാൻ ജ്യോതിഷത്തിൽ കവടി നിരത്തുന്നത് പോലെ നാണയം എറിഞ്ഞുള്ള ഒരു കണക്കുകൂട്ടൽ സമ്പ്രദായമുണ്ട് സമുദായത്തിനിടയിൽ. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾ ചെയ്യാൻ, ഉത്സവം ആരംഭിക്കാൻ, ഓരോരോ ചടങ്ങുകളും തുടങ്ങാൻ, എന്തിന് കതിന വെക്കുന്നതിന് മുൻപ് വരെ നഗലിന്റെ അനുവാദം വാങ്ങിക്കും. എന്നു പറഞ്ഞാൽ എന്തു മംഗളകാര്യം ചെയ്യുന്നതിന് മുമ്പും അവർ ഗുരുകാരണവന്മാരെ സ്മരിക്കുകയും അനുവാദം വാങ്ങുന്നതായി സങ്കല്പിക്കുകയും ചെയ്യും. നേരും നഗലും ഓരോ കുറിച്ചിന്റെയും അഭിമാനമാണ് എന്നർത്ഥം. വെള്ളമുണ്ട പുളിഞ്ഞാലിലെ കക്കോട്ര കുറിച്യർ തറവാട് പഴമ കൊണ്ടും പ്രൗഢി കൊണ്ടും വളരെ വലുതാണ്. കേവലം വെറുതെ പറയുന്നതല്ല. ഒരുപാട് മുറികളുള്ള വലിയ പഴയ വീടിന്റെ ഇടതുവശത്തായി 2 ക്ഷേത്രങ്ങളും കൂടാതെ ഒരുപാട് ദൈവസങ്കല്പങ്ങളുമുള്ള, ഒരുപാട് ഏക്കർ സ്ഥലം സ്വന്തമായുള്ള, അന്യ സമുദായത്തിലൊക്കെ പെട്ടവർക്ക് ഇരിക്കാൻ പ്രത്യേകം പുരകളുള്ള വലിയ തറവാട്. ഒരു കാലത്ത് 100ഓളം ആളുകളും 100 കണക്കിന് പശുക്കളും ഉണ്ടായിരുന്നു ഈ തറവാട്ടിൽ. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഇന്നവിടെ 1-2 കുടുംബം മാത്രമേ ഉള്ളൂ. 100 കണക്കിന് അംഗങ്ങളുള്ള ആ തറവാടിന്റെ ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം കക്കോട്ര തറവാട് തിറ മഹോത്സവം. ഒരുപാട് തിറ തെയ്യം മഹോത്സവങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും കക്കോട്രയിലെ ആഘോഷം തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് എന്റെ അനുഭവം. ഒരുപക്ഷെ കുറിച്യർ തറവാടുകളിലെ ആഘോഷം ഇങ്ങനെയായിരിക്കാം. കക്കോട്ര പോലെ വേറെയും പ്രതാപമുള്ള കുറിച്യർ തറവാടുകളുണ്ട് വയനാട്ടിൽ. മലക്കാരി എന്ന ദേവതാ സങ്കല്പത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറിച്യരുടെ കുലദേവതാ സ്ഥാനത്തിരിക്കുന്ന സങ്കല്പമാണ് മലക്കാരി. കേൾക്കുമ്പോ ഒരു സ്ത്രീ രൂപമാണ് എന്നാണ് പെട്ടെന്ന് തോന്നുക. എന്നാൽ മലക്കാരി എന്നത് പരമേശ്വരന്റെ രൂപമാണ്. മലക്കധികാരിയായ മഹാദേവന്റെ സങ്കല്പം. മലക്കാരി സങ്കല്പവും ആരാധനയും ഒരുപാടിടത്തുണ്ട്. എന്നാൽ ആ മലക്കാരിയുടെ ആരൂഢസ്ഥാനം കക്കോട്ര തറവാട്ടിലാണ്. ശിവഭക്തനായ ബാണാസുരൻ തപസ്സിലൂടെ ശിവനെ തന്റെ കാവൽക്കാരനാക്കി മാറ്റി. അങ്ങനെ ബാണാസുര മലയുടെ കാവൽക്കാരൻ മലയുടെ അധികാരിയായി മാറി. മലയുടെ അധികാരിയായ ആ മഹാദേവനാണ് മലക്കാരി. മഹാബലിയുടെ 100 പുത്രന്മാരിൽ മൂത്തവനായിരുന്നു ബാണാസുരൻ. അതീവ ശിവഭക്തനായിരുന്നു അദ്ദേഹം. 1000 കൈകൾ ലഭിക്കാനായി കഠിന തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് 1000 കൈകളും അജയ്യതയും നൽകി അനുഗ്രഹിച്ചു. അസുര രാജാവ് ബാണാസുരൻ ഈ മലമുകളിൽ വെച്ച് തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ആ മലനിരകൾക്ക് ബാണാസുരന്റെ പേര് വന്നത്. ബാണാസുരന്റെ മകളായിരുന്നു ഉഷ. ഒരു ദിവസം ഉഷ സ്വപ്നത്തിൽ സുന്ദരനായ ഒരു യുവാവിനെ കാണുകയും അവനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ഉഷയുടെ തോഴിയായ ചിത്രലേഖ തന്റെ മാന്ത്രിക ശക്തിയാൽ പ്രപഞ്ചത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും ചിത്രം വരച്ചു കാണിച്ചു. അതിൽ ശ്രീകൃഷ്ണന്റെ പേരക്കുട്ടിയും പ്രദ്യുമ്നന്റെ മകനുമായ അനിരുദ്ധനെ ഉഷ തിരിച്ചറിഞ്ഞു. ചിത്രലേഖ അർദ്ധരാത്രിയിൽ അനിരുദ്ധനെ ഉറക്കത്തിൽ തന്നെ ദ്വാരകയിൽ നിന്ന് ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. അനിരുദ്ധനും ഉഷയും രഹസ്യമായി അന്തഃപുരത്തിൽ കഴിയുന്നത് ബാണാസുരൻ അറിഞ്ഞു. കോപിഷ്ഠനായ ബാണാസുരൻ അനിരുദ്ധനെ നാഗശാപത്താൽ ബന്ധിച്ച് തടവിലാക്കി. ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ എന്നിവർ വലിയൊരു സൈന്യവുമായി ബാണാസുരനെ ആക്രമിച്ചു. ബാണാസുരന്റെ കാവൽക്കാരനായിരുന്ന ശിവൻ തന്റെ ഭക്തനെ രക്ഷിക്കാനായി യുദ്ധക്കളത്തിലിറങ്ങി. അങ്ങനെ കൃഷ്ണനും ശിവനും തമ്മിൽ അതിശക്തമായ ഹരിഹര യുദ്ധം നടത്തുമത്രേ. യുദ്ധം അവസാനിപ്പിക്കാനായി കൃഷ്ണൻ നിദ്രാസ്ത്രം പ്രയോഗിച്ച് പരമേശ്വരനെ മയക്കി കിടത്തി. ശിവഭക്തനായതുകൊണ്ട് മാത്രം ബാണാസുരനെ കൊല്ലാതെ വിട്ടു. 2 കൈകൾ ഒഴിച്ച് ബാക്കിയുള്ള കൈകളൊക്കെ സുദർശന ചക്രം കൊണ്ട് മുറിച്ചുകളഞ്ഞു. അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണെന്ന് പരമേശ്വരനും ബാണാസുരനോട് പറഞ്ഞു. ബാണാസുരൻ തന്റെ തെറ്റുകൾ ഏറ്റുപറയുകയും അനിരുദ്ധനെയും ഉഷയെയും വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തു. തുടർന്ന് പരമേശ്വരൻ ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് കക്കോട്ര തറവാട്ടിലെ മലക്കാരി സങ്കല്പം. തറവാട്ടിലെ കുട്ടികൾ ദൈവാംശം കൂടിയതുപോലെ എപ്പോഴും കളിക്കുമായിരുന്നു. ഒരിക്കൽ പശുക്കളുമായി മലയിലേക്ക് പോയ കുട്ടികളിൽ ഒരാൾ ശരീരത്തിൽ ദൈവം കൂടിയതുപോലെ അഭിനയിച്ചു അത്രേ. അങ്ങനെ ആ കുട്ടി അവിടെ തന്നെ ധ്യാനത്തിലിരുന്നു.
മറ്റു കുട്ടികൾ അത് ശ്രദ്ധിക്കാതെ തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴാണ് കടത്തനാട്ടിലെ ഒരു ചേകവർ ആ വഴി വന്നത്. കുട്ടി ധ്യാനത്തിലിരിക്കുന്നത് കണ്ട് ആ ചൈതന്യം കണ്ടിട്ട് തൊഴുതു നിന്നു അത്രേ. യുദ്ധം ചെയ്യാൻ പോവുകയാണെന്നും തന്നെ ജയിപ്പിച്ചാൽ തിരിച്ചു വരുമ്പോ തന്റെ കയ്യിലുള്ള വെള്ളിപ്പിടിയുള്ള കത്തിവാൾ സമർപ്പിക്കാമെന്നും പറഞ്ഞു. യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോഴും ആ കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അത്രേ. പറഞ്ഞതുപോലെ വാൾ സമർപ്പിക്കുകയും ചെയ്തു. ആ വാൾ ഇന്നും ഉത്സവ സമയത്ത് മലക്കാരി കോമരം ശരീരത്തിൽ അണിയാറുണ്ട്. ഉത്സവ സമയത്തെ ഏറ്റവും പ്രധാന ചടങ്ങാണ് മലക്കാരിക്കും മുത്തപ്പനും കുംഭം സമർപ്പിക്കുക എന്നത്. വലിയ ഉയരത്തിലുള്ള മുളകളെയാണ് കുംഭം എന്ന് വിളിക്കുന്നത്. മുളയിൽ തുളകൾ ഉണ്ടാക്കി അതിൽ കള്ളു നിറച്ച് ചൂരൽ കൊണ്ട് വരിഞ്ഞു കെട്ടി ആ മുളകളുമായി ഓടി പിന്നെ ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം തറയെ പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ അതിശയിപ്പിക്കുന്നതും ആനന്ദം നൽകുന്നതും അതിലേറെ ഭക്തിമയവുമായ ചടങ്ങുകളാണ്. 7 ദിവസം വ്രതമെടുത്താണ് ഈ ചടങ്ങുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നത്. കുളിച്ചു നിൽക്കുക എന്നാണ് ഈ വ്രതത്തെ വിളിക്കുക. ഭഗവതിയുടെയും മലക്കാരിയുടെയും ക്ഷേത്രങ്ങൾ കൂടാതെ ഗുളികൻ, മുത്തപ്പൻ, പുറങ്കാലൻ തുടങ്ങി ഒട്ടേറെ ദൈവസങ്കല്പങ്ങളുണ്ട് ഇവിടെ. എന്നാൽ ഉത്സവ സമയത്ത് മറ്റൊരു ചടങ്ങുണ്ട്. നഗലിന്റെ അനുവാദത്തോടെ വ്രതമെടുത്ത പുറങ്കാലന്മാർ മലദൈവങ്ങളെ കൂട്ടാൻ വേണ്ടി കാടു കയറുന്ന ഒരു ചടങ്ങ്. മലക്കാരിയുടെ സഹായികളാണ് പുറങ്കാലന്മാർ. പരമേശ്വരന്റെ സഹായികൾ എന്ന് പറയുമ്പോൾ ഭൂതഗണങ്ങൾ എന്നായിരിക്കാം കാഴ്ചപ്പാട്. മലദൈവങ്ങൾ കുടിയിരിക്കുന്നത് ചൂരലിൽ ആണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മല കയറി കാടിനുള്ളിലെത്തിയാൽ, കാരണവന്മാരുടെ അനുവാദം കിട്ടിയാൽ പിന്നെ ശരീരത്തിലേക്ക് ദേവചൈതന്യം കൂടുകയും ചൂരൽ പറിച്ചെടുക്കാനായി കൂരിരുട്ടിൽ ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും പുറങ്കാലന്മാർ. വളരെ ഉറപ്പുള്ളതും മാരകമായ മുള്ളു നിറഞ്ഞതുമായ ചൂരൽ സാധാരണഗതിയിൽ തന്നെ പറിച്ചെടുക്കുക പ്രയാസം. എന്നാൽ ദൈവചൈതന്യം കൂടിയാൽ പിന്നെ അതൊന്നും ഒരു വിഷയമേ അല്ല. കയ്യിൽ കരുതിയ അക്ഷതവും മഞ്ഞളും സമർപ്പിച്ച് ഒരു നിമിഷം കൊണ്ട് ചൂരൽ പൊട്ടിച്ചെടുക്കും. അതും വലിച്ചുകൊണ്ട് മലമുകളിലെ തറക്കരികിൽ തിരിച്ചെത്തും. ചിലർ മുള്ളു നിറഞ്ഞ ആ ചൂരലിൽ കിടന്നുരുളും. പിന്നീട് കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങി മലദൈവങ്ങളെ താഴോട്ട് കൂട്ടി വരുന്നതോടെ അന്നത്തെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുകയായി. കുംഭത്തിൽ കള്ളു നിറയ്ക്കുന്നത് മുതൽ പിറ്റേന്ന് രാത്രി കുംഭം മലക്കാരിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് കഴിയുന്നതുവരെ മുട്ടാതെ പാട്ടുപാടി ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കും. 3 പേരടങ്ങുന്ന സംഘം മാറി മാറി കൊട്ടിക്കൊണ്ടേയിരിക്കും നിർത്താതെ. 7 മുളകളാണ് ഉണ്ടാവുക. ഈ മുളകളിൽ കള്ളു നിറയ്ക്കും ആദ്യ ദിവസം രാത്രിയിൽ. പിറ്റേന്ന് രാവിലെ നഗലിന്റെ അനുവാദം വാങ്ങി തിറപ്പാടത്തേക്ക് 7 കുംഭങ്ങളെയും ഭക്തിപൂർവ്വം കൊണ്ടുപോകുന്നത് മനോഹരമായ കാഴ്ചയാണ്. രാത്രിയിൽ മലക്കാരിയുടെ തിറ കെട്ടിക്കഴിഞ്ഞാൽ പാടത്ത് കൊണ്ടുവച്ച കുംഭങ്ങൾ കുത്തനെ എടുത്ത് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുകൊണ്ട് മലക്കാരി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി സമർപ്പിക്കുന്നു. പല പ്രാവശ്യം മുളകൾ താഴെ വീണു പോകുന്നിടത്തു നിന്നും തിരിച്ചുയർത്തിക്കൊണ്ടുവരും. അത്ര വലുതും കനമുള്ളതുമാണ് മുളകൾ. അങ്ങനെ എല്ലാം ഭംഗിയായി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചുവരവുണ്ട്. പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ആഹ്ലാദ നൃത്തം ചവിട്ടിക്കൊണ്ട് ആർത്തു വിളിച്ചുകൊണ്ടുള്ള ആ വരവ് പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുംഭമേളയിലുള്ള ദീക്ഷയും അതുപോലുള്ള ഗുപ്തമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞുള്ള നാഗസന്യാസിമാരുടെ വരവ്. ഇതേപോലെ തന്നെ ആർത്തട്ടഹസിച്ചുകൊണ്ടുള്ള വരവ്. മലദൈവങ്ങളെ കാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ ശരീരത്തിലുള്ള ദേവചൈതന്യത്തെ കോലം ധരിച്ചിട്ടുള്ള 300 കൈമാറുന്നതോടെ പുറങ്കാലന്മാർ ശാന്തരാവുകയും കോലാധാരികളുടെ ഭാവം മാറുകയും ചെയ്യുന്നു. പൊതുവെ മലദൈവങ്ങൾ മനുഷ്യരുടെ ഇടയിലോ നാട്ടിലോ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ തരം കിട്ടിയാൽ ആ കോലാധാരികൾ കാട്ടിലേക്ക് ഓടും. അവരെ പാടത്തു തന്നെ പിടിച്ചു നിർത്തുക എന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. ഇങ്ങനെ മലദൈവങ്ങളുടെ ചൈതന്യമുള്ള പുറങ്കാലന്മാർ കാട്ടിലേക്ക് ഓടിപ്പോയ കഥകളും ഉണ്ടത്രേ. ഒരിക്കലും തിരിച്ചു വരാത്തവരും ഉണ്ടായിരുന്നു അത്രേ. അവരുടെ ശരീരം പോലും കണ്ടെത്താനായില്ല പോലും. ഇതിൽ ഗുളികന്റെ തിറകെട്ടുക മലയർ സമുദായമാണ്. മറ്റെല്ലാ വേഷങ്ങളും ചെയ്യുക 300 ദൈവങ്ങളെ മലയിൽ നിന്നും താഴത്തേക്ക് കൊണ്ടുവരാനുള്ള അധികാരം കുറിച്യർ സമുദായത്തിലാണ്. അവരാണ് പുറങ്കാലന്മാർ ആകുന്നതും. കുറിച്യർ സമുദായത്തെ പോലെ ജീവിതത്തിൽ ഇത്ര നിഷ്ഠയുള്ള മറ്റൊരു സമൂഹം ഉണ്ടോ എന്ന് സംശയമാണ്. കാരണവന്മാരോടുള്ള ബഹുമാനം, ദൈവഭക്തി, സമുദായ ഭക്തി, പ്രകൃതിയോടുള്ള ഭക്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. 10-18 വർഷങ്ങളായി നിന്നുപോയ ഉത്സവം കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഉത്സവം പൂർണ്ണമായപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം രൂപ മിച്ചമായിരുന്നു എന്നത് എല്ലാവർക്കും മാതൃകയാണ്. സമൂഹത്തിലെ ഉന്നത മേഖലകൾ ഉൾപ്പെടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഉണ്ട് എങ്കിലും കുടുംബം ഒത്തൊരുമയോടെ അവരുടെ കാരണവന്മാരുടെ കീഴിൽ നിന്ന് അവരുടെ കുലാചാരങ്ങളും ആഘോഷങ്ങളും ഏറ്റവും കേമമായി ആത്മാർത്ഥമായി നടത്തുന്നത്
കേരളത്തിലെ ഏറ്റവും ഉന്നത കുലജാതർ മുതൽ ഏറ്റവും താഴ്ന്ന തലത്തിൽ ജീവിക്കുന്നവർക്ക് വരെ മാതൃകയാണ്. പരസ്പരം തല്ലിപ്പിരിഞ്ഞ് തകർന്നു കിടക്കുന്ന തറവാടുകളിലും ഇല്ലങ്ങളിലും കോവിലകങ്ങളിലും കഴിയുന്നവർ ഇടക്കൊന്ന് കാട് കയറി അഭിമാനത്തോടെ നടക്കുന്ന ഈ കുറിച്യർ ഭവനങ്ങൾ ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. കുറിച്യർ പൊതുവെ അന്യ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു എങ്കിലും അങ്ങനെ കഴിയുന്നവർ ഇന്നുമുണ്ട്. ഇന്നത്തെ കാരണവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനുണ്ട്. പണ്ട് ജനസംഘത്തിന്റെ കീഴിൽ കുറിച്യർ സമുദായ നേതാക്കൾ ഇന്ദിരാഗാന്ധിയെ ഡൽഹിയിൽ കാണാൻ പോയിത്ര. 10-15 ദിവസം അവർ പുറത്തുനിന്നും ഒന്നും കഴിക്കാതെ യാത്ര പുറപ്പെടുമ്പോൾ കൊണ്ടുപോയ അവിലും പഴവും മാത്രമാണ് തിന്നത് എന്ന്. ഇന്ദിരാഗാന്ധിയെ അന്ന് കണ്ടതിന്റെ ഫലമായാണത്രേ ആദിവാസികളുടെ സ്ഥലം മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന നിയമം കൊണ്ടുവരാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ അതുവരെ ആദിവാസികളെ പറ്റിച്ച് സ്ഥലം സ്വന്തമാക്കുന്ന ചതി ഇല്ലാതായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറിച്യർ തറവാടുകളിൽ പ്രവേശനമുണ്ട്. എന്നാൽ അതിനൊക്കെ നിയന്ത്രണവുമുണ്ട്. തറവാടിന്റെ ഉള്ളിലേക്ക് പുറത്തുള്ളവർക്ക് പ്രവേശനമില്ല. പുറത്തുപോയി തിരിച്ചു വരുന്ന കുറിച്യനും കുളിച്ചതിനു ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികൾ വരെ തോട്ടിൽ മുങ്ങിയേ വീട്ടിൽ കയറാറുള്ളൂ അത്രേ. തിറയുടെ അന്ന് വൈകുന്നേരം പെട്ടെന്ന് കാലാവസ്ഥയിൽ മാറ്റമുണ്ടായി. ശക്തമായ കാറ്റും ഏത് നിമിഷവും മഴ പെയ്യാം എന്ന അവസ്ഥയുമുണ്ടായി. പുല്ലുകൊണ്ടും ഇലകൾ കൊണ്ടും ഉണ്ടാക്കിയ പന്തലുകളൊക്കെ പാറിപ്പോകുമെന്ന അവസ്ഥ വന്നു. യുവാക്കളും കുട്ടികളും ഓടി കാരണവരുടെ അടുത്ത് വന്ന് പറയുക, കാരണവരെ, അങ്ങ് മലക്കാരിയോട് പറയൂ മഴ പെയ്യിക്കരുതേ എന്ന്. കാരണവർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പറയുന്നതൊക്കെ മലക്കാരി കേൾക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറയണമെന്നില്ല, എല്ലാം മലക്കാരിക്കറിയാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മലക്കാരി ചെയ്യും. കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ എന്തോ മഴ വഴിമാറിപ്പോയി. ഉത്സവം ഗംഭീരമായി നടക്കുകയും ചെയ്തു. നാഗസന്യാസിമാർ അവരുടെ ദീക്ഷയുടെ ഭാഗമായി ഭിക്ഷയെടുക്കുന്ന ചടങ്ങുണ്ട്. അതേപോലെ തന്നെ പുറംകാലന്മാരും ഭിക്ഷയെടുക്കുന്ന ചടങ്ങുകളുണ്ട്. അങ്ങനെയുള്ള പല ചടങ്ങുകൾക്കും ശൈവ സമ്പ്രദായങ്ങളുമായി നല്ല ബന്ധമുള്ളതുപോലെ തോന്നി എനിക്ക്. കോലം കെട്ടിയാടുന്ന തിറകൾ ഇവിടത്തെ പോലെ എല്ലായിടത്തുമുണ്ട്. എന്നാൽ കോലം കെട്ടുന്നവരിലേക്ക് ദൈവ ചൈതന്യത്തെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ചടങ്ങ് അപൂർവമാണ്, മനോഹരവുമാണ്. കക്കോട്ര തറവാടിന്റെ കുടുംബാംഗങ്ങളിൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുണ്ട്. കർഷകർ മുതൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഏറ്റവും ലളിതമായി ജീവിക്കുന്നവർ മുതൽ iPhone 17 Pro ഉപയോഗിക്കുന്ന യുവാക്കൾ വരെയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മുന്നിൽ, അവരുടെ കാരണവന്മാരുടെ മുന്നിൽ അവരെല്ലാം സമന്മാരാണ്. കോമരങ്ങളും സഹായികളും പെരുങ്കാലന്മാരും ചെണ്ട കൊട്ടുന്നവരും കൊട്ടിപ്പാടുന്നവരുമാകാൻ അവർക്ക് ആർക്കും ഒരു മടിയുമില്ല. എന്നു മാത്രമല്ല, അഭിമാനമാണ് താനും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ കാണുന്ന പീഠവും മലക്കാരിയുടെ കയ്യിലുള്ള വില്ലുമൊക്കെ. വെള്ളി കെട്ടിയ വില്ലിന്റെ തണ്ടും വെള്ളി നൂലുമൊക്കെ കുറിച്യർ സമുദായത്തിന്റെ പ്രൗഢിയെയും പാരമ്പര്യത്തെയുമാണ് കാണിക്കുന്നത്. ഉത്സവത്തിന് എല്ലാ ദിവസവും പ്രാതലും ഉച്ചക്കഞ്ഞിയും അത്താഴവും ഒക്കെയുണ്ട് ക്ഷേത്രനടയിൽ. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന അരി അവരുടെ തറവാട്ടിൽ നിന്നും കൊയ്തെടുത്ത നെല്ല് കുത്തിയെടുത്തതാണ്. പൊതുവെ ഉത്സവപ്പറമ്പിൽ കാണുന്നത് പോലെ മദ്യപിച്ച് ലക്കുകെട്ടവരെ ഞാൻ ആ ഉത്സവപ്പറമ്പിൽ എവിടെയും കണ്ടില്ല. ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയ ആ വയൽ പറമ്പിൽ ഒരൊറ്റ പോലീസുകാരനെയും ഞാൻ കണ്ടില്ല. സർക്കാർ സംവിധാനങ്ങളില്ല. മഹത്തരമായ ഈ പാരമ്പര്യ സമ്പ്രദായങ്ങളെ സാമ്പത്തികമായും സാംസ്കാരികമായും സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരം ആരാധനാ രീതികൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ധർമ്മം കൂടിയാണ്. രസകരവും കളിചിരിയും ഒക്കെയായി പലതരത്തിലുള്ള ആചാരങ്ങൾ എല്ലാം ഒരു കുടുംബമായി ആനന്ദത്തോടെ ഭാഗവാക്കാകുന്നു പുതുതലമുറ. ഏറ്റവും പ്രധാനമായ ചടങ്ങായ കുംഭസമർപ്പണം ഭംഗിയായി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചു വരവുണ്ട്. പരസ്പരം കൈകൾ കോർത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടിക്കൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടുള്ള ആ വരവ് പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. തങ്ങളുടെ ദൈവത്തിനു വേണ്ടി, തങ്ങളുടെ സംസ്കാരത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ യോദ്ധാക്കളായിരുന്നു അവർ. അവരുടെ ഒത്തൊരുമ കണ്ടപ്പോൾ എനിക്കും രോമാഞ്ചമുണ്ടായി. കണ്ണു നിറഞ്ഞു. ആരോടും ഒന്നിനും വരാതെ, ആർക്കും ഒരു ഉപദ്രവവുമില്ലാതെ ശാന്തരായി നേരിനെ ദൈവമായി കണ്ട് ജീവിക്കുന്ന, സാത്വികന്മാരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉഗ്രഭാവമാണ് നമ്മൾ ആ കണ്ടത്. ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ നടക്കുന്നവർക്കുള്ള സന്ദേശം കൂടിയാണ് ഈ ആഹ്ലാദ പ്രകടനം. കുടുംബത്തിലെ കുലദേവത ഒരു തറവാട്ടിലെ അംഗങ്ങളെ എന്തുമാത്രം ഒരുമിപ്പിക്കുന്നു എന്നതും, ഒരു തറവാട്ടിൽ കുടുംബദേവതയുടെ പ്രാധാന്യം എന്താണ് എന്നും കക്കോട്ര തറവാടും ധർമ്മത്തിൽ അഭിമാനികളായ കാരണവന്മാർ ഉൾപ്പെടെയുള്ള അംഗങ്ങളും നമ്മൾക്ക് ജീവിച്ചു കാണിച്ചു തരുന്നു.
മലക്കാരി ദൈവത്തിൻ്റെ തോറ്റത്തിൽ പാടുന്നത് പോലെ അടിയില്ല തളിയില്ല പുളിഞ്ഞാൽ മണ്ഡപത്തിൽ കുളിച്ചിട്ടും കതിർവാഴും കൊട്ടയാട്ടിടത്തിൽ മതം കൊണ്ടങ്ങുറഞ്ഞീടും വാളാരം കോട്ടെ മലദൈവം മലക്കാരി സ്തുതിച്ചു ഞാൻ കൈതൊഴുന്നേൻ. അടിയുണ്ടേ തളിയുണ്ടേ അങ്ങിരുമട്ടൂരിടത്തിൽ അടിയില്ല തളിയില്ല പുളിഞ്ഞാൽ മണ്ഡപത്തിൽ കുളിച്ചിട്ടും കതിർവാഴും കൊട്ടയാട്ടങ്ങിടത്ത് മതം കൊണ്ടങ്ങുറഞ്ഞിടും വളാരം കോട്ടയിലെ മലദൈവം മലക്കാരി സ്തുതിച്ചു ഞാൻ കൈതൊഴുന്നേ.